ഹലോ കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ മക്കാബോനെ കണ്ടു, പിന്നെ ഇഗ്വാനേനെ കണ്ടു. കുറേ നേരം മടിയിലിരുന്നു. എന്തായാലും കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ ഒട്ടകത്തിന് തീറ്റ കൊടുത്തു. ഒട്ടകത്തിന് തീറ്റ കൊടുക്കുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. അമ്മയാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ വീണ്ടും ഒട്ടകത്തിന് തീറ്റ കൊടുത്തു, ഞാനും കൊടുത്തു. പിന്നെ ഞങ്ങൾ കുതിരയ്ക്ക് തീറ്റ കൊടുത്തു. കുതിരയ്ക്ക് തീറ്റ കൊടുക്കാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷെ അമ്മയാണ് കൊടുത്തത്. ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് അമ്മ കൊടുത്തു. പിന്നെ എനിക്ക് കഴുകി കൊടുക്കാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ അടിയിൽ നിന്ന് ഓടിപ്പോയി. പക്ഷെ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ക്യൂട്ട് ആടിനെ കണ്ടു. രോമം കാരണം സുഖം, അത് വാല് പിടിച്ചാൽ കടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൂച്ചേനെ ഞങ്ങൾ കുറേ നേരം ഒഴിഞ്ഞു. പിന്നെ ഇത് രോമമില്ലാത്ത പൂച്ച, അത് പൂച്ചയുടെ വർഗത്തിൽ പെട്ടൊരു സാധനമാണ്. ഇത് ഇഗ്വാനയാണ്. ഇഗ്വാന, പച്ച ഇഗ്വാന. പിന്നെ അത് ക്യൂട്ടുണ്ട്. പിന്നെ മുള്ളമ്മന്നി, അതിൻ്റെ കുട്ടിയാണത്, ചെറുത്. കുറച്ച് നേരം കയ്യിലെത്തി, പിന്നെ എടുത്തു. പിന്നെ ചെറിയ പല പല എലികൾ, അതിനെ ഞങ്ങൾ പല കളറും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇഗ്വാനയുടെ വേറെ സൈസുള്ള ഇഗ്വാനേനെ കണ്ടു. പിന്നെ വേറെ വലിയ സൈസുള്ള, പിന്നെ ഇത് കുരങ്ങൻ്റെ രൂപത്തിൽ വരുന്ന സാധനമാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. പിന്നെ ഞങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ടു. അതവിടെ ഇരിക്കുകയായിരുന്നു. ആദ്യം ഓസ്ട്രിച്ച് 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കിളിക്ക് തീറ്റ കൊടുത്തു. ഞാൻ ഇങ്ങനെ കൈ മടക്കിയിരുന്നുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലേക്ക് എങ്ങനെയെങ്കിലും കിളിയെ വിളിച്ച് വരുത്തിയിട്ട് അമ്മ ഫുഡ് കൊടുത്തു. അറിയാണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ കയ്യിലോട്ട് അറിയാണ്ട് കുത്തി. എനിക്കറിയില്ലല്ലോ നീട്ടി പിടിക്കണോ ചെരിച്ച് പിടിക്കണോ എന്ന് എനിക്കറിയില്ല. അറിയാണ്ട് ഞാൻ ഇങ്ങനെ കുമ്പിട്ട് പിടിച്ചു. അറിയാണ്ട് അത് കുത്തി. എൻ്റെ കയ്യിൽ കുത്തിയപ്പോൾ എനിക്ക് ചെറിയ പെണ്ണുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ പലതരം കിളികളുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് റെയിൻബോ കളറിൻ്റെ അത്രയും ഭംഗിയുണ്ടായിരുന്നു അതിന്. പിന്നെ കോഴിയുടെ വർഗത്തിൽ പെട്ടിയ സാധനമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. കോഴിയുടെ വർഗത്തിൽ പെട്ടിയ സാധനമാണ്. ഇതിൻ്റെ മയിൽപ്പീലിയാണെന്നാണ് തോന്നണത്. ഇതിൻ്റെ പേര് പോലും അറിയില്ല. കണ്ടങ്ങനെ എപ്പോഴും നടക്കും ഇത്. പിന്നെ ഞങ്ങൾ കോഴിയുടെ വർഗത്തിൽ പെട്ടിയ സാധനത്തിൻ്റെ കയ്യിലെടുത്ത് വെച്ചു. അതിൽ പല കളറിനാണ്. ഞാൻ മഞ്ഞ എടുത്തത്. എൻ്റെ ഡ്രസ്സും